ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീന്റെ 27ാമത്തെ സബഖ് ഈമാൻ കാലത്തിൽ അഞ്ചാമതായി സംസാരിച്ചത് ജിബ്രീലും നബിയും തമ്മിൽ പറഞ്ഞ വാക്കിൽ വൽ യൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ട് നീ വിശ്വസിക്കണം എന്നാണ്. അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ മിനൽ മൗത്തി, മരണം മുതൽ, ഇലാ ആഖിരിമാ യഖൂ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിന്റെ അന്ന് സംഭവിക്കുന്ന ദിനം അതുവരെയുള്ളതിനാണ് ആഖിർ എന്ന് പറയുന്നത്. അപ്പൊ അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന ഏതെല്ലാം സംഗതിയുണ്ടോ ആ അന്ത്യനാൾ സംഭവിക്കുന്ന ലാസ്റ്റ് വരെ അന്ത്യനാൾ എന്ന് പറയാം. വസഫവിദാലിക, അന്ത്യനാൾ മുസീഫവിദാലിക, യൗമിന് അന്ത്യനാൾ ആഖിർ എന്നതുകൊണ്ട് വസ്ഫ് പറയപ്പെട്ടു. എന്താ കാരണം? അന്നഹു ലാ ലൈല ബഅദഹു, അതിനിപ്പെന്താ, അതിന്റെ ശേഷം രാത്രി ഇല്ല. ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ അവന് രാത്രി ഇല്ല. അതുകൊണ്ട് തന്നെ പകല് കഴിഞ്ഞാൽ അവന് രാത്രി ഇല്ല. അതുകൊണ്ട് പകല് അവന് വസ്തു കൊടുത്തു. വലാ യുഖാലു, പറയപ്പെടാറില്ല, യൗമുൻ ഇല്ലാ ലിമാ യഅഖിബുഹു ലൈലുൻ, രാത്രി ഉടനെയായി വരുന്ന ദിനമുണ്ടെങ്കിൽ അതിന് ചേർത്തിയിട്ടേ യൗമെന്ന് പറയണം. പകലെന്ന് പറയണമെങ്കിൽ രാത്രി വരണം. റൈബി വുജൂദിഹി, രാത്രി ഉണ്ടാവലുകൊണ്ട്. ആ രാത്രി ഉണ്ടാവലുകൊണ്ടല്ലേ പകലെന്ന് പറയപ്പെടുകയുള്ളൂ. ശരിയാണ്. ഇന്ന് ഈ പകല് കഴിഞ്ഞോടെ രാത്രി ഇല്ല. അതാണ് അവസാന നാൾ, അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞു. മലക്കൈനി, പിന്നെന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടത്? അന്ത്യനാളുമായി ബന്ധപ്പെടുന്നത് മലക്കുള ചോദ്യങ്ങള്, ഖബറിലെ അനുഗ്രഹം, ശിക്ഷ, വൽ ജസാഇ വൽ ബഅസി, പ്രതിഫലം, പുനർജന്മം, വൽ ഹിസാബി വൽ മീസാനി, തുലാസ്, അതുപോലെ തന്നെ വിചാരണ, വസ്സുറാത്തി, പാലം, വൽ ജന്നത്തി, സ്വർഗം, വന്നാരി, നരകം, വഗൈരി ദാലിക മിമ്മാ ബയ്യനഹുൽ ഉസൂലിയൂന ബിഅദില്ലത്തി വറദ്ദി അലൽ മുഖാലിഫീന ഫീഹി. അസ്ലിയാക്കളായ പണ്ഡിതന്മാർ വിശ്വാസപരമായിട്ട് വിശദീകരിച്ച ഏതെല്ലാം കാര്യമുണ്ട് അതും അത് തെളിവ് സഹിതം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ എതിർത്ത ആൾക്കാരൊക്കെ റദ്ദ് ചെയ്തിട്ടുമുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കുക. വഫീ റിവായത്തിൻ വൽ ബഅസിൽ ആഖിർ വൽ യൗമിൽ ആഖിർ എന്നുള്ളടത്ത് വസ്ഫു ബിൽ ആഖിരി, ബഅസിന് ആഖിറിനുണ്ട് വസ്ഫ്. ഇമ്മാ തഅ്കീദുൻ, ഒന്നിരിക്കൽ തഅ്കീദാണ്. ബഅസ് എന്ന് പറഞ്ഞ പുനർജന്മം, അതന്നെ ആഖിറാണല്ലോ, ആഖിറായ പുനർജന്മം. ദാബിരി, അംശി തന്നെ കഴിഞ്ഞ് പിന്നെ ദാബിന് കൊടുത്താൽ എന്തായാലും തേക്കിയതല്ലേ. അല്ലെങ്കിൽ ആ എഴുത്തറാവിൽ ഓയിലിൽ ആഖരി, മറ്റ് ആഖിർ അല്ലാത്ത പലതുണ്ട്, അതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഖിർ എന്ന് പറഞ്ഞു. എന്താ കാരണം? അന്നഹിയാവും ബാധി ഇമാത്തത്തിൽ, മരിച്ച ശേഷമാണല്ലോ പുനർജന്മം എന്നാണ് ഒന്നുണ്ടാവുക. വഖദ് കുന്നാ മയ്യിതീന ഖബല നഫ്ഖിർ റൂഹി, അത്തരത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാലത്തിൽ ഊറുന്നതിന് മുമ്പ് നമ്മളൊക്കെ മയ്യത്തുകളായിരുന്നു. അപ്പൊ പിന്നീട് എന്ത് ചെയ്തു? ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് വന്നു, പിന്നെ നമ്മൾക്ക് ജന്മം നൽകപ്പെട്ടു. സുമ്മ മുത്ന, പിന്നെ നമ്മളെ മരിപ്പിക്കപ്പെട്ടു. സുമ്മ വഹീനാനി സുആൽ മലക്കൈനി, ഖബറിലെത്തി, പിന്നെ ജീവൻ നൽകി മലക്കളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി. സുമ്മ മുത്തിന, പിന്നെ നമ്മളെന്തായി മരിച്ചു. സുമ്മ വഹീനാനി ഹസരി, പിന്നെ മഹസറേക്കുള്ള പുനർജന്മാണ്. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളൊക്കെ ജീവൻ നൽകപ്പെട്ടു. ഫഹാദാഹുവ, അപ്പോൾ ഈ പറഞ്ഞ ഇത്, അതായത് ബി അന്ന മാ ഖദ്ദറല്ലാഹ്, ഇതൊക്കെ എങ്ങനെ ചോദിച്ചാൽ ബി അന്ന മാ ഖദ്ദറഹുല്ലാഹു ബി അസലിഹി വലാ ബുദ്ദ ബി മുഖ്ഇഹി, അല്ലാഹ് കണക്കാക്കിയതാണ് പണ്ട് തന്നെ, അങ്ങനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. അത് സംഭവിക്കുന്നതുകൊണ്ട് കൂടാതെ കഴിയുകയില്ല. മാലം യഖദ്ദിറുഹു യസ്തഹീലു മുഖ്ഇഹു, അല്ലാഹ് കണക്കാക്കാത്തൊരു കാര്യം ഉണ്ടാവുക എന്നുള്ളതും സംഭവിക്കുക എന്നുള്ളതും അസംഭവ്യവുമാണ് എന്നതുകൊണ്ടും വിശ്വസിക്കുക. അന്നഹു തആല ഖദ്ദറ ഖൈറ വശർറ ഖബല ഖൽഖിൽ ഖൽഖി, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നന്മ തിന്മ എന്ന് അല്ലാഹ് കണക്കാക്കി വെച്ചിട്ടുമുണ്ട്. അന്ന ജമീഅൽ കായിനാതി ബി ഖളാഇ വ ഖദ്രി വ ഇറാദതിഹി, ഇവിടെ ഉണ്ടായതായ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ ഖളാവും ഖദറും ഇറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായതാണ് എന്നിങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പുനർജന്മം കൊണ്ടുള്ള വിശ്വാസത്തിന്റെയൊക്കെ ഇത് തെറ്റിപ്പോയതാ. പുനർജന്മം അല്ല ഇത്, അതവിടെ കഴിഞ്ഞു.
ഹാദാവൽ ആഖിറു മഅസറീകൾ ലാസ്റ്റ് യാത്ര ജീവിതം ഉണ്ടല്ലോ അത് കഴിഞ്ഞു. പിന്നെ പറഞ്ഞു തുഅ്മിന ബിൽ ഖദരി ഖൈരി വ ശർരി, അങ്ങനെയാണ്. പിന്നെ ആറാമത്തെ നന്മ തിന്മ എന്നിവ കൊണ്ട് ഖദർ കൊണ്ട് വിശ്വസിക്കുക എന്നാണ്. ഹുൽവിഹി മർറിഹി, കയ്പ് മധുരം എന്നൊക്കെയാണല്ലോ. ഒബി റിവായത്തിൽ മുസ്ലിമിനുള്ള റിപ്പോർട്ടിൽ കാണാം ഒബിൽ ഖദരി കുല്ലി, എല്ലാ കണക്കൂട്ടും കാണാം. ആ ഒബി ഖദരി കുല്ലിന്റെ വ്യാഖ്യാനമാണ് ബി അന്നമാ ഖദ്റഹു അല്ലാഹു ബി അസലിഹി ലാ മുദ്ദ മിൻ മുഖ്ഇഹി വമാ ലം യുഖദ്ദിർഹു യസ്തഹീലു മുഖ്ഉഹു വബിഅന്നഹു തആല ഖദ്ദറൽ ഖൈറ വശ്ശർറ ഖബല ഖൽഖിൽ ഖൽഖി വഅന്ന ജമീഅൽ കായിനാതി ബിഖളാഇഹി വഖദരിഹി വഇറാദത്തിഹി എന്ന് പറഞ്ഞ് മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിന്റെ അർത്ഥമാണത്. ആ കുല്ലിലെല്ലാം പെട്ടു. അള്ള കണക്കാക്കിയത് പണ്ട് തന്നെ കണക്കാക്കിയത് ഉണ്ടാവുക തന്നെ ചെയ്യും. അള്ള കണക്കാക്കുന്നത് ഉണ്ടാവുകയുമില്ല. പിന്നെ അള്ളാഹു തആല നന്മ തിന്മ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായതൊക്കെ അള്ളാന്റെ ഖലാ കൊണ്ടും ഖദർ കൊണ്ടും ഇറാത്തുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്നാണ്. ഇനി തെളിവ് പറയാം. ഇനി ഖൗലിഹി തആല, അള്ളാന്റെ വാക്കുള്ളത് കൊണ്ട് വഖലഖ കുല്ല ഷൈഇൻ, തെളിവായിലെ എല്ലാ വസ്തുവും സൃഷ്ടിച്ചത് അള്ളാഹ്. വല്ലാഹു ഖലഖകും മാ തഅമലൂന, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് സൃഷ്ടിച്ചത് അള്ളാഹ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, നിശ്ചയമായിട്ട് നമ്മൾ എല്ലാ വസ്തുക്കളെയും നമ്മൾ സൃഷ്ടിച്ചു കണക്ക് കൊണ്ട്. ബിനസ്ബി കുല്ല എന്ന് നസ്ബുണ്ട് അവിടെ. കമാ അജ്മാലിഹി സബഅത്തു, 7 കാര്യങ്ങളും അങ്ങനെ ഇജ്മായി ഓതിയ ഖിറാഅത്താണ് ഇന്ന കുല്ല. വഹീനഇദിൻ, അങ്ങനെ വരുമ്പോൾ ഖദ് നസ്സ അലാ ഉമിൽ ഖൽഖി, അപ്പൊ സൃഷ്ടി എന്നതിന്റെ എല്ലാ ഉമൂം അതിലെല്ലാം ഉൾപ്പെടും. അതിന്റെ മേൽ ഉമൂമിന്റെ മേലിൽ നസ്സാക്കി തന്നു. കാരണം ഇത് തഖ്ദീറോടെ സങ്കല്പിക്കൽ എങ്ങനെയാണ്? ഇന്നാ നിശ്ചയമായിട്ടും നമ്മള് ഖലഖ്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു എന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ സൃഷ്ടിച്ചു ബിഖദർ, കണക്കാക്കിക്കൊണ്ട് തന്നെ സൃഷ്ടിച്ചു. ഇനി ഒന്ന് റഫീഹ കുല്ലു എന്ന് വായിക്കാം. അപ്പൊ യസൂലു ഹാദൽ മാന, ഈ മാന നീങ്ങിപ്പോകും, ഈ അർത്ഥം കിട്ടൂല. കാരണം ഇത് തഖ്ദീർ റബ്ബ് സങ്കല്പിക്കൽ ഇതിൽ റഫാകുമ്പോൾ ഇന്നാ കുല്ലു ഷൈഇൻ മഖ്ലൂഖുൻ ലനാ ബിഖദരിൻ, നമ്മള് എല്ലാ വസ്തുക്കളും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് കണക്കുമായി ബന്ധപ്പെട്ട്. അത് അമ്മൽഹു, ഞാൻ ചിന്തിച്ചു നോക്ക്. അള്ളാഹ് ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റുമോ? അള്ളാന്റെ ഉദ്ദേശം ഉണ്ടാകുമ്പോഴേ നമുക്ക് കഴിയുള്ളൂ അർത്ഥം. പിന്നെ ഒരു ഇജ്മായി സലവി വൽ ഖലവി അലാ സിക്കത്തി ഖൗലിൽ ഖായിലി മാഷാ അല്ലാഹ് കാൻ വമാലം യശഅ ലം യകുൻ, അതാണ് തെളിവ്. ആയത്ത് ഇങ്ങനെയുണ്ട്. ഇനി സലബ് ഖലബൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാഷാ അല്ലാഹു കാൻ വമാലം യശഅ ലം യകുൻ, അള്ളാഹ് ഉദ്ദേശമൊക്കെ ഉണ്ടാകും, അള്ളാഹ് ഉദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാണെന്ന് സലഫും ഖലഫും ഇജ്മാ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഖബരി കുല്ലു ഷൈഇൻ ബിഖദരിൻ അത്തൽ അജ്സ വൽ കൈസ, ബുദ്ധി അതുപോലെ അശക്തത, അതുവരെ എല്ലാം അള്ളാന്റെ കണക്കുകൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അശക്തത വീഴ്ച എന്നർത്ഥം. കൈസ് എന്ന് പറയുമ്പോൾ ഉന്മേഷം എന്നർത്ഥം. നിപുണത, ബുദ്ധിശക്തി, ബുദ്ധി പരിപൂർണത എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതിനെ രണ്ടിനെയും അത്തൽ അജിതി വൽ കൈസ് എന്ന് ജെറ് കൊടുത്ത് വായിക്കാം, അങ്ങനെയുണ്ട്. ഇനി മർഫുവായിട്ടും വായിക്കാം. അത്തൽ അജ്സു അവിൽ ഖലാഉ എന്ന് വായിക്കാം. അത് അലാ കുല്ലു എന്ന് പറയാം. കുല്ലുമ്മൊക്കെ അത്ത് ചെയ്തിട്ട് പോയി കുല്ലു ഷൈഇൻ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ മുബത്തദാന്റെ മേലിലും പിന്നെന്താ ഖബർ മഅദൂഫാണെന്നും വെക്കുക. ആ നിലക്കും പറ്റും. അവിടെ ഇറാബ് അങ്ങനെ പറഞ്ഞതാണ്. ഇനി വൽ ഖലാഉ ഇൻദൽ അശായിറത്തി, അശായിരാക്കളുടെ അടുക്കൽ ഖലാ എന്ന് പറഞ്ഞാൽ എന്താ? ഇറാദത്തുൽ അസലിയത്തുൽ മുതഅല്ലിഖത്തു ബിൽ അഷിയാഇ അലാ മാ ഹിയ അലൈഹി ഫീമാ ലാ യസാലു, ഒരു വസ്തു അത് അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ ബന്ധപ്പെട്ട് പണ്ടേ അല്ലാഹു തആല ഉദ്ദേശിച്ച ഒന്നാണ്, അതങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ഖലാ. ഖദർ എന്ന് പറഞ്ഞാൽ ഈജാദു ഹിയ, ആ വസ്തുവിനെ ഉണ്ടാക്കുക, അലാ ഖദരി മഖ്സൂസ്, പ്രത്യേകമായ ഒരു കണക്ക് പ്രകാരം. അപ്പൊ തഖ്ദീരി മുഅയ്യൻ, നിജമാക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കണക്കാക്കലനുസരിച്ച്.
ഫി ദവാത്തിഹ വ അഫ്ആലി അതിന്റെ ധാത്തുകളിലും പ്രവൃത്തികളിലൊക്കെ എന്തൊക്കെയാണോ കണക്ക് വെച്ചത് ആ ഒരു പ്രത്യേകമായ കണക്കാക്കലും ഒരു പ്രത്യേകമായ കണക്കും രീതിയൊക്കെ വെച്ച് ശ്രദ്ധിക്കുക. ഇതാണ് ഖദർ എന്ന് പറയുന്നത്. അവിൽ ഖലാവ് അല്ലെങ്കിൽ ഖലാ എന്ന് പറയുന്നത് ഇൽമുഹു അസലം ബിൽ അസ്യായി അലാമി അലൈഹി. ഓരോ വസ്തുക്കൾ അത് അതിന്റേതായിരിക്കുന്ന രീതിയുടെ മേലിൽ പണ്ട് തന്നെ അള്ളാഹ്ക്ക് അറിയാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. വൽ ഖദർ ഈജാദുഹു ഇയ്യാഹ അലാമാ യുതാബിഖൽ ഇൽമ. ഇൽമുമായി യോജിക്കുന്ന ഏതുണ്ടോ അതിന്റെ മേലിലേക്കാണ് ഇതിനെ നീ നടപ്പാക്കുകയും ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പൊ ഖദർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇൽമുമായി യോജിക്കുന്നത് എന്തോ ആ ഒരു യോജിപ്പ് പ്രകാരം ആ വസ്തു ഉണ്ടാക്കുക എന്നിങ്ങനെ അഭിപ്രായങ്ങളുണ്ട് ഖലാ ഖദറിനെ പറ്റി. അന്നഹു യർഹമു മൻ യശാ മിൻ ഖൽഖി ഫളില. അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹിന്റെ സൃഷ്ടികൾ അള്ളാഹ് കരുണ ചെയ്യുക എന്നുള്ളത് ഔദാര്യമാണ്. വയുഅദ്ദിബു മൻ യശാ മിൻഹും അദ്ല. സൃഷ്ടികളിൽ അള്ളാഹു തആല ഉദ്ദേശിച്ചവരെ ശിക്ഷിക്കും. അത് അദൽ അള്ളാഹിന്റെ നീതിയാണ്. കുല്ലു നിഅമത്തിൻ മിന്നു ഫദ്ൽ വ കുല്ലു നിഖ്മത്തിൻ മിന്നു അദ്ലുൻ. അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് എന്ത് അനുഗ്രഹം കിട്ടിയാലും ഔദാര്യമാണ്. അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ശിക്ഷയും നീതിയുമാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു ചെയ്തതിനെ കുറിച്ച് അള്ളാഹിന് ചോദ്യമില്ല. മനുഷ്യർ ചെയ്തതോ സൃഷ്ടികൾ ചെയ്തതോ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. വഅന്നഹു അഅലമു ബിതബാഇ ഖൽഖി മിൻഹും തബാഇ ഖൽഖി മിൻഹും. സൃഷ്ടികളുടെ പ്രകൃതികൾ എന്താണെന്നത് സൃഷ്ടികളെക്കാൾ നന്നായി അറിയുന്നതാണ് അള്ളാഹു. ഞാൻ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. തെളിവ് നോക്കൂ. ഹുവ അഅലമുബിക്കും ഇദ അൻശഅകും മിനൽ അർളി വഇദ് അൻതും മജിന്നത്തും ഫീ ബുതൂൻ ഉമ്മഹാതികും. നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിലായതല്ല നിങ്ങൾ. ഭൂമിയിൽ നിന്ന് അല്ലാഹു തആല ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ എല്ലാം അല്ലാഹു തആലക്ക് നിങ്ങളെ കൊണ്ട് വേണ്ടതുപോലെ അറിയാം. അപ്പൊ മാ ഫഅല ബിഹിം. അപ്പൊ അല്ലാഹു തആല സൃഷ്ടിയിൽ പ്രവർത്തിക്കുന്ന ഒന്ന് ഫഹുവ ഗൈറു മലൂമിൻ. അത് ആക്ഷേപിക്കപ്പെടാത്തതാണ്. വലാ യത്തലിഊന അലാ ഇൽമി. അള്ളാന്റെ അറിവിന്റെ സൃഷ്ടികൾക്ക് ഒന്നും വെളിപ്പെടാൻ കഴിയൂല. വലാ അലാ അദ്ലിഹി. അള്ളാൻ നീതിയുടെ മേലും ആർക്കും കഴിയുകയില്ല. ഇതാണ് അള്ളാഹ്. വഅന്ന ലഹു തക്ലീഫു ബിമാ ശാഅ മിനൽ അഫ്ആലി മഅ തഖ്ദീരി അസ്ബാബി മൻഇഹി മിൻഹാ. അല്ലാഹു തആലക്ക് അധികാരമുണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചതുകൊണ്ട് സൃഷ്ടികളോട് തക്ലീഫ് നടത്താം. അതോടുകൂടെ പ്രവൃത്തികളെ തൊട്ട് അവരെ തടയാൻ പറ്റുന്ന പല കാരണം അവിടെ ഉണ്ട്. അത് പ്രവർത്തിക്കാൻ പറ്റൂല. ആ കാരണങ്ങൾ ഉള്ളതോടുകൂടി തന്നെ അതിനെ സങ്കല്പിക്കുക. അതോടുകൂടി തന്നെ പ്രവർത്തനമായ കാര്യങ്ങൾ അള്ളാഹ് ഉദ്ദേശിച്ചാൽ നടപ്പാക്കാൻ പറ്റും. വഹുവ അൽ മുസമ്മ ബിതക്ലീഫ് മാ ലാ യുതാഖ്. അങ്ങനെ വരുമ്പോൾ കഴിയാത്തതായ ഒന്നുകൊണ്ട് തക്ലീഫ് ചെയ്തു എന്ന് പറയപ്പെടുന്നതാണ് ഈ പറയുന്നത്. കാരണം അതിന്റെ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല, കഴിയുമില്ല എന്നതോടുകൂടെ ആ പ്രവർത്തികളെ കൊണ്ട് അല്ലാഹു തആലക്ക് വേണമെങ്കിൽ തക്ലീഫ് ചെയ്യാം. അപ്പൊ കഴിയാത്തത് കൊണ്ട് തക്ലീഫ് ചെയ്യുന്നതല്ല വരിക. അമിൻ സമ്മ കാരണം കൊണ്ട് കാലബാദിൽ ഉലമാ ചില പണ്ഡിതന്മാർ പറഞ്ഞു യജിബു സുകൂതു അൻ കൈഫ ഫി സിഫാത്തി വ അൻ ലിമാ ഫി അഫ്ആലിഹി. അല്ലാഹു തആലയുടെ കർമ്മങ്ങൾ എന്തിനല്ല ചെയ്തു അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ സിഫാത്ത് അത് എങ്ങനെ എന്നതിനെ കുറിച്ചൊക്കെ മൗനം ദീക്ഷിക്കലാണ് നിർബന്ധം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതുമാണ്. വായനം നീ അറിയണം. അന്നൽ ഈമാന ബിൽ ഖദരി അലാ ഖിസ്മൈനി. ഖദർ കൊണ്ടുള്ള വിശ്വാസം രണ്ടു വകയുടെ മേലാണ്. അത് രണ്ടു വക എടുക്കണം. അഹദുഹുമ രണ്ടിൽ ഒന്ന് അൽ ഈമാനു ബി അന്നഹു തആല. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം.